ഊണിന് ഇന്ന് പൊന്നി റൈസാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് വേവുന്ന അരിയാണ്. കുക്കറിലാണെങ്കിൽ അരിയുടെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വേവിച്ചാൽ മതി. ഞാനിന്ന് തുറന്നു വെച്ചാണ് വേവിച്ചത്. ഏകദേശം ഒരു 1.5 കപ്പ് റൈസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവിലുണ്ടാവും. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഉപ്പിടാറില്ല. ഈ പൊന്നി റൈസിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ നാടൻ കറികളെക്കാളും നല്ലത് കുറച്ചൊരു തമിഴ് സ്റ്റൈൽ കറികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ മസൂർ ദാൽ ഉണ്ടല്ലോ, ചുവന്ന ദാലും കുറച്ച് തോരൻ പരിപ്പും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു 1.5 കപ്പ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് അങ്ങനെയൊന്നുമില്ല, കുക്കറിലെല്ലാം കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു, ഒരു 2 വറ്റൽമുളക് ചേർത്തു, പിന്നെ കുറച്ച് സവോളയുടെ ചെറിയ സവോളയുടെ 1/4 ഭാഗമൊക്കെ മതി കേട്ടോ. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വാടിക്കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. പൊടികളും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ കഴുകി വെച്ച പരിപ്പിട്ടു. പരിപ്പ് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തേക്കൊരു ഏകദേശം 3.25 കപ്പ് വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വേവിക്കുക. പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. പച്ചക്കറിയായിട്ട് ഇന്ന് കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കിലോ കോവയ്ക്ക ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ്. കോവയ്ക്കയും ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഒരു പാനിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് കപ്പലണ്ടി, തൊലിയില്ലാത്ത കപ്പലണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വരണം. കപ്പലണ്ടി നന്നായിട്ട് മൂക്കുമ്പോൾ ഒരു മണം വരുമല്ലോ, ആ സമയമാകുമ്പം മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു, 1/2 ടീസ്പൂൺ ഉഴുന്നിട്ടു, ഒരു വലിയ സവോള, 1-2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. കപ്പലണ്ടി വറുത്ത് വെച്ചത് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് 1-2 തവണയൊന്ന് പൾസ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടിയിലുള്ള എണ്ണ പുറത്തേക്ക് വന്നിട്ട് ഇത് കുഴമ്പ് പോലെ ആയിപ്പോവും. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കോവയ്ക്ക ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ തീയിൽ വെക്കണം, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഏകദേശം ഒരു പകുതി വേവായി കഴിയുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ ഒരു പച്ച ചുവയങ്ങ് മാറുകയും വേണം. കോവയ്ക്ക ബാക്കിയും കൂടെ ഒന്ന് വേവണം. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, ചെറിയ തീയിൽ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ, നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി അതൊന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, പരിപ്പ് കറി റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ, പൊന്നിയരി ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ചും. അടച്ച് മാറ്റി വെച്ചു. കോവയ്ക്ക നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പൊടിച്ച് വെച്ച് ആ ഒരു കപ്പലണ്ടിയുടെ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. മുട്ട ചിക്കി പൊരിച്ചതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് ഒരു വലിയ സവോള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടു. തക്കാളി നല്ലപോലെ വെന്ത മസാലയിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ മുട്ട അടിച്ചു വെച്ചത് ചേർത്തു. ഉടനെ ഇളക്കത്തില്ല, ചെറിയ തീയിൽ അടച്ചു വെച്ച് ചെറുതായിട്ട് മുട്ട ഇങ്ങനെ സൈഡൊക്കെ വെന്ത് വരുമ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വീണ്ടും ആ ബാക്കി മുട്ട വേവാനുള്ളതുണ്ടല്ലോ, അതിങ്ങനെ സെറ്റായി വരുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നല്ല വലിയ വലിയ പീസുകളായിട്ട് കിട്ടും. അല്ലെങ്കിൽ തീരെ കുഞ്ഞായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായി ചിക്കി എടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതുപോലെ ഇച്ചിരി വലിയ പീസുകളായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അപ്പളം ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് പപ്പടം അല്ല കേട്ടോ, തമിഴ് സ്റ്റൈൽ അപ്പളമാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡി. നല്ല പൊന്നിയരി ചോറ്, പരിപ്പ് കറി, കോവയ്ക്ക കൂട്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മുട്ട ചിക്കി പൊരിച്ചത്, അപ്പളം. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളായിട്ടുള്ളൊരു ഊണാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.